Friends, welcome back to my YouTube channel. This is the Reactor Manu. സോ ഇന്ന് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് നമുക്കിപ്പം എനിക്ക് കുറച്ച് പെൻഡിങ് വീഡിയോസ് ആയിട്ടുണ്ട്. ലൈക്ക് ധർമ്മസ്ഥല ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ന്യൂസ് അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഇപ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു കേസുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുമുണ്ട്. സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്കുള്ള രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്ത ഒരു വലിയൊരു സ്കാമിനെ കുറിച്ചാണ്, വോട്ടിങ്ങിൻ്റെ സ്കാമിനെ കുറിച്ച്. സോ ഇതെല്ലാം പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ പണ്ടൊക്കെ വോട്ടിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ബട്ട് എന്താണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും നിങ്ങൾ ഞെട്ടാതെ ഇരിക്കത്തില്ല. കാരണം ആ വൺ ടൂതിലാണ് ഒരു സ്കാം നടന്നിരിക്കുന്നത്. ഇതൊരു ഒരു സ്കാം, ഇങ്ങനത്തെ ഒരു സ്കാം വോട്ടിംഗ് ഹിസ്റ്ററിയിൽ റിയലി ഷെയിംഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിയും. എന്നിട്ട് ബാക്കി കാര്യം ലിസ്റ്റ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്. These are all the people who have voted multiple times in Karnataka. Next, fake addresses, house number 0. You're laughing. There are thousands and thousands of these people. No address, house number 0, house number 0. Father's name ILSDHFHUG. तो थोड़े और फादर्स नेम दिखाओ, ये बड़े इंटरेस्टिंग नाम है इनके. DFOIGOIDF फादर्स नेम. नहीं, अब हंस रहे हो भैया, पूरा सिस्टम उड़ा दिया है. चोरी हो रही है. ये है चोरी. 1,02,50 वोट की चोरी 5 तरीके से होती है. डुप्लीकेट वोटर मतलब एक व्यक्ति 3, 4, 5, 6 बार वोट कर रहा है. फेक इनवैलिड एड्रेस मतलब या तो पता है ही नहीं या फिर फेक है. बल्क वोटर सिंगल एड्रेस, एक बेडरूम का घर है, उसमें 50 लोग का एड्रेस है. इनवैलिड फोटो या फोटो है ही नहीं या फोटो इतनी छोटी है कि उसको पहचाना नहीं जा सकता. और फाइनली मिसयूज ऑफ फॉर्म 6. इसका जबरदस्त मिसयूज हुआ है. इस प्रेस कॉन्फ्रेंस का लक्ष्य ये है, आपको पता होना चाहिए जो आपका वोट है उसे हम पवित्र मानते हैं, होली मानते हैं, उसे चोरी किया गया. कौन सी फोर्सेस हैं आप जानते हैं. कैसे हो रहा है हमने आपको अभी दिखाया. बट 100% ट्रू. इनका डेटा है. 5 तरीके हैं, ब्लैक एंड व्हाइट. और ये सिर्फ एक कंस्टिट्यूएंसी में नहीं हुआ है, ये मल्टीपल कंस्टिट्यूएंसीज में किया गया. हियर देयर इज क्लियर प्रूफ, 100% प्रूफ that elections are rigged in India. Not 99%, 100%. So whether who is winning, who is losing, that's a separate question. We are saying that there is the integrity of the election system in India is gone. This, what has happened in Mahadevapura, is the destruction of democracy, and there are the groups of people who are doing it. വോട്ടിംഗ് അട്ടിമറിയാണ് ഈ തവണ നടന്നിട്ടുള്ളത്. എൽസ് ഇത്തവണ BJP ഇത് ജയിക്കത്തില്ലായിരുന്നു. അതാണ് ഇതിപ്പോൾ ഫുൾ എക്സ്പോസ് ആയെന്ന് പറഞ്ഞാൽ. എക്സ്പോസിൻ്റെ കാര്യത്തിൽ തന്നെ വോട്ടിങ്ങിൻ്റെ പേപ്പറിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, വോട്ട് അഡ്രസ്സ് ഇല്ല, ചിലത് ഫോട്ടോ ഇല്ല, ഫോട്ടോസ് ബ്ലറാണ്, ചില ഇത് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. മീൻസ് ഒരാളിൻ്റെ തന്നെ 3-4 ഐഡൻറ്റിറ്റി ഒക്കെ. ഇനി പറയാനൊക്കെ തന്നെ ചത്തവർക്കുള്ളതും ചത്തുപോയ മനുഷ്യന്മാർക്കുള്ളതും കൂടെ വോട്ടർ ID കാർഡ് ഉണ്ടാക്കിയിട്ടും ഇവന്മാരും കയറ്റിയിട്ടുണ്ട്. അതും പറയാനൊക്കത്തില്ല. ബട്ട് ഇത് നടന്നത് ഏറ്റവും വലിയ സ്കാമാണ്. അപ്പം എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും എനിക്ക് അറിയാൻ വയ്യ. കാരണം ഇനി എന്താവാനാ. കാരണം നമ്മളത് മണ്ടന്മാർ, നമ്മൾ ജനങ്ങൾ കണ്ണടച്ചിട്ടാണ് ഇവരെല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് നമ്മളത് സഫർ ആവുന്നത്. നമ്മൾ ഒരു കണ്ടില്ലേ ഇപ്പോൾ കേരള സർക്കാർ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചുമ്മാ ഇരുന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും കുറച്ച് നമ്മൾ കരിങ്കൊടിയും കാണിച്ച് റോഡിൽ കല്ല് എറിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ചിന്താഗതികൾ മാറണം. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ, മീൻസ് അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അല്ലെങ്കിൽ അവനെ കൊണ്ട് ആ ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടോ, അല്ലെങ്കിൽ അവൻ കറക്റ്റിനായിട്ടുള്ള ഒരു നേതാവാണോ എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങളും. വേറെ ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇത് സ്കാം തന്നെ. ഇനിയിപ്പം കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ആര് വന്നാലും ഇതിങ്ങനെ നടക്കും. പക്ഷെ ഇനി നടക്കാതിരിക്കാൻ ഇത് നമ്മളത് ശ്രദ്ധിക്കണം. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ.